കണ്ണൂരിൽ അമ്മയും മക്കളും കിണറ്റിൽ മരിച്ച നിലയിൽ മീൻകുന്ന് സ്വദേശിയായ ഭാമിയെയും 14ഉം 9ഉം വയസ്സുള്ള മക്കളെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ മുതൽ ഇവരെ കാണാനില്ലായിരുന്നു. പോലീസും നാട്ടുകാരും നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. വിവരങ്ങളുമായി നിഖിൽ അളവൂരാണ് നമുക്കൊപ്പം ചേരുന്നത്. നിഖിൽ, എപ്പോഴാണ് ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്? എപ്പോഴാണ് ഇവരെ കാണാതായതായി കുടുംബം പരാതിപ്പെട്ടത്? ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ അമ്മയുടെയും 2 മക്കളുടെയും മൃതദേഹങ്ങൾ വീട്ടുകിണറ്റിൽ കണ്ടെത്തിയത്. ഇവരെ കാണാനില്ല എന്ന് ഇന്ന് രാവിലെയോടുകൂടി പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചിരുന്നു. നാട്ടുകാരും പോലീസും എല്ലാം ചേർന്ന് ഇവിടെ പരിശോധനകൾ, തിരച്ചിൽ നടത്തി വരികയായിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ കിണറിനകത്ത് മൃതദേഹം കണ്ടിരുന്നില്ല. പിന്നീട് വീണ്ടും തിരച്ചിൽ നടത്തിയപ്പോഴാണ് കിണറ്റിൽ ഭാമയുടെ മൃതദേഹം കണ്ടത്. പിന്നീട് കിണറിലിറങ്ങി പരിശോധിച്ചപ്പോൾ 14ഉം 9ഉം വയസ്സുള്ള 2 കുട്ടികളുടെയും മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തുകയായിരുന്നു. ഏതായാലും വളപട്ടണം പോലീസ് എത്തി മൃതദേഹം ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ആത്മഹത്യ എന്ന ഒരു പ്രാഥമിക നിഗമനമാണ് പോലീസ് പറയുന്നത്. ഏതായാലും അക്കാര്യത്തിൽ വിശദമായ അന്വേഷണം പോലീസ് നടത്തി വരുന്നുണ്ട് ഇപ്പോൾ. നിഖില്, ഇതിൽ ആത്മഹത്യ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹതകൾ ഈ ഘട്ടത്തിൽ സംശയിക്കുന്നുണ്ടോ? ആരെങ്കിലും ആ വിധത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടോ? ബീനിൽ നിലവിൽ അങ്ങനെ ഒരു സാധ്യത ഇല്ല എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെ മറ്റൊരാളുടെ പങ്ക് പോലുള്ള അങ്ങനെയുള്ള വിഷയങ്ങൾ ഇല്ല എന്നതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാകുന്നത്. പോലീസ് അക്കാര്യങ്ങൾ അന്വേഷിച്ച് വരുന്നുണ്ട്. ഏതായാലും ഇതിന്റെ കാരണം ഉൾപ്പെടെയുള്ളത് എന്താണ് എന്ന് അല്പസമയത്തിന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കൂ. വ്യക്തമാണ്. കണ്ണൂരിൽ അമ്മയും മക്കളും കിണറ്റിൽ മരിച്ച നിലയിൽ എന്ന ദാരുണ വാർത്തയാണ് ഈ വാർത്താ ദിനത്തിൽ ആദ്യമായി പുറത്തു വരുന്നത്. മീൻകുന്ന് സ്വദേശിയായ ഭാമിയെയും 14ഉം 9ഉം വയസ്സുള്ള മക്കളെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ മുതൽ ഇവരെ കാണാനില്ലായിരുന്നു. പോലീസും നാട്ടുകാരും നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂർ.